ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റ് വെച്ചിട്ട് ഒരു കിടിക്കാച്ചായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് പെറ്റലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ കുഞ്ഞു പെറ്റല കട്ട് ചെയ്യുന്ന കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ പെറ്റൽ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു മാർക്കർ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് വന്നല്ലോ. അതുകൊണ്ട് പിന്നെ റൗണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് വരച്ചെടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തു. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെറ്റൽ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് എടുത്തിട്ടില്ലേ, അപ്പോൾ ഓരോ പെറ്റലായിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 6 പെറ്റൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 6ാമത്തേത് ഒട്ടിച്ചു. ഇനിയിപ്പം അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഓരോരെണ്ണം കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഓരോ പെറ്റലും കൂടെ ഒട്ടിച്ചെടുക്കാം. ഇതാ അങ്ങനെ നമ്മുടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഇതുപോലെ ഞാനൊരു യെല്ലോ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഡ്ജിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുക, ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ഞാനൊന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാനാണ്. ഇതിനിപ്പോൾ സ്റ്റെം ആക്കാനായിട്ട് ഇതുപോലൊരു വയറെടുത്തിട്ട് നമുക്കതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് കൂടെ ഇതങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അവിടെ ഇത്തിരി ഗ്ലൂ ഇട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. നമുക്കിതാ ഇതും കൂടി എടുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ സ്റ്റെമ്മിന് ഗ്രീൻ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ തന്നെ എടുത്തിട്ടുള്ള അതിനൊരു കുഞ്ഞു പീസ് എടുത്തിട്ട് അതിന് ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കുറച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണ്ടേ. ഇനി നമുക്കിതിൻ്റെ ലീഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ തന്നെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ലീഫ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് നീളത്തിലുള്ളൊരു ലീഫാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കതോടെ നിൽക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു വയറിൽ ഇത് ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി വെച്ചതിലേക്ക് അതിൻ്റെ സ്റ്റെമ്മിലേക്ക് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് അവിടെ ഇരിക്കാനായിട്ട് ഞാൻ ഒരു ഇതും കൂടെ എടുത്ത് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞു പീസ് എടുത്ത് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടെണ്ണം ഒന്നിച്ച് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.